വാച്ച് ലിസ്റ്റിൻ്റെ 27-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച കാലയളവിൽ നഷ്ടത്തോടെയാണ് ഓഹരി വിപണി കടന്നുപോയത്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ മഹാരാഷ്ട്രയിലെ അപ്രതീക്ഷിത വിജയത്തെ തുടർന്ന് നേട്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം തുടങ്ങിയതെങ്കിലും പ്രതികൂല ആഗോള ഘടകങ്ങളാണ് വിപണിക്ക് തിരിച്ചടിയായത്. എന്നിരുന്നാലും നിക്ഷേപകർ വരുന്ന ആഴ്ചയിലും പ്രതീക്ഷയിലാണ്. ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കേണ്ടത്. ഇന്ത്യൻ ഹോട്ടൽസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്നീ രണ്ട് ഓഹരികളാണ് അവ. ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. പിന്നി പ്രകാശ്, ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട്? ഇത് ഇന്ത്യയിലെ ലീഡിംഗ് ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ വിനോദസഞ്ചാര മേഖലയിലെ ഒരു മുഖമുദ്രയാണ്. ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി. ഇപ്പം പറയുകയാണെങ്കിൽ 4 ഭൂഖണ്ഡങ്ങളിലായി 10ലധികം രാജ്യങ്ങളിലുള്ള സാന്നിധ്യമുണ്ട്. അവിടുത്തെ 100ലധികം നഗരങ്ങളിൽ സാന്നിധ്യമുള്ള കമ്പനിയാണിത്. ഇപ്പം നോക്കുകയാണെങ്കിൽ 2024 മാർച്ച്, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എൻഡിങ്ങിൻ്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ 218 ഓപ്പറേഷണൽ ഹോട്ടൽസ് ഉണ്ട്. അതിലായിട്ട് 24,136 റൂംസാണ് ഈ കമ്പനിക്കുള്ളത്. അപ്പം ഇനി വരുന്ന വർഷങ്ങളിൽ 92 ഹോട്ടൽസ് തുറക്കുമെന്നും വരുന്ന വർഷങ്ങളിൽ ആഡ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഏകദേശം 13,000 റൂമുകളുടെ ആഡ് ചെയ്യാനുമുള്ള അഗ്രസീവായിട്ട് ഒരു ഗ്രോത്ത് പ്ലാൻ ഉള്ള കമ്പനിയാണിത്. ഇതിൻ്റെ ബ്രാൻഡുകളൊക്കെ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്നത് താജ്. അപ്പം ലോകത്തെ അതിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഹോട്ടൽ ബ്രാൻഡുകളിൽ എന്നൊരു വിശേഷണമുള്ളതാണ് താജ് ലക്ഷറി സെഗ്മെൻറ്റിൽ. പിന്നെ വിവാന്തയുണ്ട്, സെലക്യൂഷൻസ് ഉണ്ട്, ജിഞ്ചർ, ഇങ്ങനെയുള്ള പ്രധാനമായിട്ട് ബ്രാൻഡുകളിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ഓപ്പറേഷണൽ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അതായത് 40% കമ്പനി സ്വന്തം നിലയിൽ നേരിട്ട് തന്നെ നടത്തുന്ന കമ്പനികളാണ്. ബാക്കി 60% എന്ന് പറയുന്നൊരു കോൺട്രാക്ട് മാനേജ്മെൻറ്റ് ഇതിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന 793 രൂപയിലാണ്. 809 രൂപയാണ് ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈ. അതായത് 2% മാത്രമാണ് 52 വീക്ക് ഹൈയിൽ നിന്ന് താഴെ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ ഓഹരിയുടെ ഒരു ഓൾ ടൈം ഹൈമാണ്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള ഉയർന്ന ഒരു നിലവാരത്തോടാണ് 809 രൂപ അല്ലെങ്കിൽ 810 രൂപ എന്ന് പറയുന്നത്. 52 വീക്കിലോ 417 അപ്പോൾ ഏകദേശം നമുക്ക് നോക്കിയാൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നോക്കുമ്പം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 17% മാർക്കറ്റ് വോൾട്ടേജ് ആയിരുന്ന പീരീഡിൽ പോലും സ്റ്റഡിയായിട്ട് നിന്ന് ഒരു മുന്നേറ്റം കാണിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ്. കഴിഞ്ഞ 3 മാസം നോക്കുമ്പോൾ 22% ഉള്ള ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. ഇയർ ടു ഡേറ്റ് നോക്കുമ്പോൾ 90%-ഓളമുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഓഹരിയാണിത്. ഇനിയിപ്പോൾ ഒരു സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇപ്പോൾ 2000-ന് ശേഷമുള്ള ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അതിൻ്റെ 75% ഒരു 17-18 വരുന്ന ഡിസംബർ മാസക്കാലയളവിലും ഒരു നേട്ടത്തോടെ മന്ത്ലി ബേസിസ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് പ്രകാരം ലാർജ് ക്യാപ്പ് ഒരു 1.13 lakh crores മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ലാർജ് ക്യാപ്പ് വിഭാഗത്തിൽ വരുന്നതാണ്. നമ്മൾ ഈ ഓഹരിയുടെ ഒരു ഫണ്ടമെൻ്റൽ സൈഡിന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ നിലവിലെ ഒരു ട്രെയിലിംഗ് 12 months പീക്ക് നോക്കുകയാണെങ്കിൽ 67 മൾട്ടിപ്പിൾസിലാണ് നിൽക്കുന്നത്. അബ്സല്യൂട്ട് ടേംസിൽ അത് ഹൈ ആണ്. പക്ഷേ സെക്ടർ പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 78.9 ആണ്. അതായത് സെക്ടർ പിയുടെ താഴെയാണെന്നുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. 10 year ആവറേജ് നമ്മൾ നോക്കുമ്പോൾ 71 അതായത് 10 വർഷത്തെ പി റേഷ്യോയുടെ അതായത് ഹിസ്റ്റോറിക്കൽ പി നമ്മൾ നോക്കുമ്പം 71.5 നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ താഴെയാണെന്നുള്ളത് കാണാം. പക്ഷേ ഒരു അബ്സല്യൂട്ട് ടൈംസ് നോക്കുമ്പോൾ ഹൈ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ പി ജി റേഷ്യോ നോക്കുകയാണെങ്കിൽ 2.25 ആണ്. നിലവിലെ ഗ്രോത്ത് റേറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇച്ചിരി ഒരു സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇ ടു എബിറ്റ നോക്കുമ്പോഴും ഒരു 45 times ഉള്ളത്. അതൊരു പ്രീമിയം വാല്യുവേഷനെ കാണിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് നമുക്ക് നോക്കാമെങ്കിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.29 ആണ്. ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ലിവറേജിൻ്റെ ഒരു മോഡറേറ്റ് ലെവലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അടുത്തിടെ ഗണ്യമായി കടബാധ്യത കുറച്ചിട്ടുണ്ട്. അതൊരു വളരെ പോസിറ്റീവുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ശക്തിപ്പെടുത്തിയിട്ട് നമുക്ക് കാണാം. നല്ല രീതിയിൽ ഡെറ്റ് റിഡക്ഷൻ, കടബാധ്യത നല്ല രീതിയിൽ കുറച്ചായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോഴും 11.95 ആണ്. അതൊരു ഹൈ ആണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഇപ്പം അടുത്തിടെ കമ്പനിയിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം. അതിന് കഴിഞ്ഞ 3 വർഷത്തെ പ്രകടനം നോക്കുമ്പം കമ്പനിയുടെ ഒരു ഗ്രോത്തിലൊക്കെ 58.7% ഒരു സംയോജിത വാർഷിക കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ പോസിറ്റീവാണ്. പിന്നെ മുടങ്ങാതെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയാണ്. വൻകിട നിക്ഷേപകർ, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും നല്ല രീതിയിൽ ഗണ്യമായ ഹോൾഡിങ്സ് ഉള്ളൊരു കമ്പനിയാണ്. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.3 ആണ്. ഒരു മോഡറേറ്റ് ലെവലാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 15.1% ആണ്.
ഒരു ഇമ്പ്രൂവിങ് ട്രെൻഡ് കാണാം എന്നുള്ളതാണ് അതിലൊരു പോസിറ്റീവ്. അത് കഴിഞ്ഞൊരു 5 വർഷത്തെ ROEയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഒരു നമ്മളൊരു ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇനി മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഓഹരിയുടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബ്രാൻഡ് പോർട്ട്ഫോളിയോ ഉണ്ട്. കമ്പനിയുടെ ഒരു ബ്രാൻഡ് ഇത് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനുള്ള സാന്നിധ്യം, ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് ഫോക്കസ് ഉള്ള പ്രവർത്തനം, ഒരു അസലൈറ്റ് മോഡലിലേക്ക് ഉള്ള ഒരു എക്സ്പാൻഷൻ കാണിക്കുന്നുണ്ട്. ഡെറ്റ് വളരെയധികം കുറച്ചുള്ളൊരു പോസിറ്റീവുള്ള ഘടകമാണ്. പിന്നെ പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻ്റ് ആണ്, 100ലധികം വർഷത്തെ പാരമ്പര്യമുണ്ട്. അത് നമുക്ക് അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂഷൻ ചില പെർസ്പെക്റ്റീവിലൊക്കെ ഇതൊരു ഓവർ വാല്യൂഡ് ആണ് നമുക്ക് നല്ല കാണിക്കാൻ കഴിയും. ഹൈലി കോമ്പറ്റീഷൻ ഉള്ളൊരു സെഗ്മെൻറ്റുമാണ്, എന്നാൽ മുന്നിൽ സാധ്യതകളുള്ള ഒരു ഏരിയ ആണ്. പറയുകയാണെങ്കിൽ ലോങ് ടൈമിലേക്കൊരു ഗ്രോത്ത് ഇൻവെസ്റ്റർക്കായാലും വാല്യൂ ഇൻവെസ്റ്റർക്കായാലും പരിഗണിക്കാവുന്ന ഒരു ഓഹരിയാണിത് ആക്ച്വലി. പക്ഷേ വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചൊരു സ്യൂട്ടബിൾ ബെറ്റർ ഒരു എൻട്രി പോയിൻ്റ് അല്ല ഇത്. ഇപ്പോഴത്തെ വാല്യൂഷൻ വൈസ് നോക്കുമ്പോൾ അത് ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു ബെറ്റർ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളവരെ സംബന്ധിച്ച് ലോങ് ടൈം പെർസ്പെക്റ്റീവ് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് സൂട്ടബിൾ ഒരു കാൻഡിഡേറ്റ് ആണിത്. ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ്, ഇപ്പം നേരത്തെ പറഞ്ഞു 52 വീക്ക് ഹൈ ഓൾ ടൈം ഹൈഡ് അടുത്താണിത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ട്രേഡിങ്ങിന് പറ്റുന്നൊരു സൂചന ഇത് നൽകുന്നുണ്ട്. ഇത് അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാനുള്ളത്. ബാക്കി അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിവിടെ ഇന്ത്യൻ ഹോട്ടൽസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഒരു 705, 721 രൂപ ഈ ഒരു താഴത്തെ ഒരു സോണ് തുടർച്ചയായ ദിവസങ്ങളിൽ സ്റ്റോക്ക് ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണിത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ആ ഒരു ലെവൽ നവംബർ 8-ാം തീയതി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോട് കൂടി ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പുൾ ബാക്കിലേക്ക് വന്നു സ്റ്റോക്ക്. നമുക്ക് വോളിയം നോക്കുമ്പോൾ അറിയാം. അതിനുശേഷം ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലേക്ക് പോയി വീണ്ടും ഒരു പുൾ ബാക്ക് ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. നിലവിൽ ഒരു 777 രൂപ റേഞ്ചിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നു. ഓൾ ടൈം ഹൈ ആണ് ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലെവൽ ഒരു 810 രൂപ ഒരു റേഞ്ചിൽ സ്റ്റോക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണണം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ RSI ലെവൽസ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തേഴ്സ്ഡേ 64.50 ആയിരുന്നു. അതേപോലെ ഫ്രൈഡേ 67.68 ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് സൂചനയാണ് നൽകുന്നത്. RSI ക്രോസ് ഓവർ സൂചന നൽകുന്നതും പോസിറ്റീവ് സൂചനയായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് EMA ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ 2 EMA 2050 2 EMA ലെവൽസ് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതേ ഓഹരി തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഈ കഴിഞ്ഞ വീക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നടന്നിരിക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ അത് നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിൽ പോലും ഒരു ലോവർ റിജക്ഷൻ വന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈ ലെവൽസിലേക്ക് പോയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഓഹരിയുടെ ലെവലുകൾ പരിഗണിച്ച് വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കാവുന്നതാണ്. താങ്ക് യു. ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ടെക്നിക്കൽ സൈഡും ഫണ്ടമെൻ്റൽ സൈഡും കേട്ടു. ഇനി അടുത്ത ഓഹരിയിലേക്ക് കടക്കാം. പിന്നെ പ്രകാശ്, ഫോർട്ടിസ് ഹെൽത്ത് കെയറിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട്? എന്താണ് ഈ ഓഹരിയുടെ പ്രത്യേകത? ഇത് ഇന്ത്യയിലൊരു മുൻനിര ഹോസ്പിറ്റൽ ചെയിനാണ്, അല്ലെങ്കിൽ ലീഡിങ് ഇൻറ്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡറാന്ന് പറയും. 96 തുടങ്ങിയ കമ്പനിയാണ്. 2001 അവർ ഒരു ആദ്യത്തെ ഒരു ഓപ്പറേഷണൽ ഹോസ്പിറ്റലൊക്കെ മൊഹാലിയിൽ വന്നത്. ഇതിൻ്റെ നേരത്തുള്ള പ്രൊമോട്ടർമാരെ സംബന്ധിച്ച് ഒരുപാട് ലിറ്റിഗേഷൻസും നിയമ നടപടികളൊക്കെ നേരിട്ട് വാർത്തയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാത കാണിക്കുന്ന, അല്ലെങ്കിൽ ശക്തമായിട്ട് തിരിച്ചുവരാനുള്ള ശ്രമം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹോസ്പിറ്റൽസ്, ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ്, ഡേ കെയർ ഫെസിലിറ്റീസിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. നേപ്പാളിൽ, ദുബായിൽ, ശ്രീലങ്കയിലുമൊക്കെയുള്ള പ്രവർത്തന സാന്നിധ്യമുള്ളൊരു കമ്പനിയാണ്. നിലവിൽ 4500-ലധികം ബെഡുകൾ ഇവരുടെ ഹോസ്പിറ്റൽസിലായിട്ടുണ്ട്. ഏകദേശം 5000 ഡോക്ടർമാർ അസോസിയേറ്റ് ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ ചെയിനാണ്. 36ലധികം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇപ്പോൾ ഇവരിപ്പം മാനേജ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവർ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന ഇവരുടെ സബ്സിഡറി കമ്പനി SRL ലിമിറ്റഡ് വഴിയാണ്. നമുക്ക് ലീഡിംഗ് ആയിട്ടുള്ളൊരു ലാബ് ചെയിൻ ഇവർക്കുണ്ട്.
പിന്നെ ഇവരുടെ പ്രവർത്തന സാന്നിധ്യമുള്ള പ്രധാനമായിട്ടും 6-7 സംസ്ഥാനങ്ങളായിട്ടുള്ളത്. അതിൽ നിലവിലത്തെ ഫെസിലിറ്റീസിൻ്റെ ഒരു പകുതിയോളം, ഒരു 40% വരുന്നത് ഡൽഹിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡൽഹിയിലാണ് അവരൊരു 1500 ബെഡുകൾ, ഒരു 1700-1800 ബെഡുകളും വരുന്നത് ഡൽഹിയിലുള്ള ഹോസ്പിറ്റൽസിൻ്റെ കീഴിലാണ്. ഡൽഹിയിൽ ശക്തമായൊരു സാന്നിധ്യമുണ്ട്. വെസ്റ്റ് ബംഗാളിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്, ഈ ഇത്രയും ഒരു 5-7 സംസ്ഥാനങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും ഇവർക്ക് സാന്നിധ്യമുള്ളത്. അപ്പം 2028 ഒരു 6000-ത്തിലധികം ബെഡുകൾ വർദ്ധിപ്പിക്കാനുള്ളതാണ് ഇവരുടെ കമ്പനിയുടെ ഒരു പ്രഖ്യാപിത നയം. വളരെ പോസിറ്റീവ്, അതായത് നിലവിലുള്ളതിൻ്റെ ഇരട്ടിയാക്കാൻ പോകുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഹെൽത്ത് കെയർ സെക്ടർ വളരെയധികം പ്രോമിസിങ് ആയിട്ടൊരിതാണ്. അപ്പം ആ ഒരു സെക്ടറിൻ്റെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലിനെയും കമ്പനിക്ക് വളരാനുള്ളതിൻ്റെ ഒരു ത്വര നമുക്കിതിൽ കാണാൻ കഴിയും. ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ 659 ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 740 ഓൾ ടൈം ഹൈ. അപ്പം റീസെൻ്റ്ലി തന്നെയാണ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ 52 ഹൈ ബ്രേക്ക് ചെയ്ത് മുന്നേറിയത്. റീസെൻ്റ്ലി വന്ന കറക്ഷനിൽ ആ ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ടുണ്ട് വിപണിയിൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് 650, അതായത് ഒരു നിയർ പീക്ക് അല്ലെങ്കിൽ 52 ഹൈ 10% താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ചെറിയ കറക്ഷൻ കഴിഞ്ഞിട്ടുള്ള തിരിച്ചൊരു വരവിൻ്റെ പാതയിലാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നോക്കുമ്പോൾ 4% ഒരു ലോസിലാണ് ഈ വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ ക്ലോസിങ്. പക്ഷേ 1 മന്തിൽ ഒരു 10% നേട്ടം നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം ഒരു 3 മാസക്കാലയളവിൽ 23% നേട്ടം നൽകിയിട്ടുണ്ട്. ഇയർ ടു ഡേറ്റ് നോക്കുമ്പോൾ 57% ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരിയാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് 50,000 crores ആണ്. ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റ് വരുന്ന ഓഹരിയാണ്. ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ 2007 ശേഷമുള്ള ഡേറ്റയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഒരു 64%, അതായത് ഒരു 12 തവണയോളം ഉള്ള ഡിസംബറുകളിലും മന്ത്ലി ബേസിസിൽ പോസിറ്റീവോടെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പി നിൽക്കുന്നത് 75.86 മൾട്ടിപ്പിൾസാണ്. ട്രെയിലിംഗ് 12 monthsൽ ഇതാണ് പറയുന്നത്. ഒരു ഹൈ ആയിട്ട് തന്നെ എടുക്കണം. സെക്ടർ പിയുടെ താഴെയാണ്. സെക്ടർ പി നിൽക്കുന്നത്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നിൽക്കുന്നത് 92.26 സെക്ടർ പിയുടെ താഴെയാണെന്നുള്ളൊരു പോസിറ്റീവായിട്ട് വേണം എടുക്കാം. പക്ഷേ 10 year പി, അതായത് ഹിസ്റ്റോറിക്കൽ പി നോക്കുമ്പോൾ 56 മൾട്ടിപ്പിൾസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മേളിലാണ്. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. ഇനി പി ജി റേഷ്യോ നോക്കുമ്പോൾ 1.69 ആണ്. അത് പ്രൈസ് ടു ഏർണിംഗ് ഗ്രോത്ത് റേഷ്യോ, അതൊരു മോഡറേറ്റ് വാല്യൂവിനാണ് കാണിക്കുന്നത്. EV to EBITDA എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് വാല്യുവേഷൻ നമ്മൾ നോക്കുന്ന ടൂളാണ്. അത് 33.6 ആണ്. അതൊരു ഹൈ ആണ്. അതായത് ഇപ്പോൾ EV to EBITDA റിലേറ്റീവ് വാല്യുവേഷൻ നോക്കുന്ന ടൂളാണ്. 33.6 മൾട്ടിപ്പിൾസാണ് നിൽക്കുന്നത്. അതൊരു അബ്സല്യൂട്ട് ടേംസിൽ ഹൈ ആണ്. പക്ഷേ നമ്മൾ സെക്ടറിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് വെച്ച് നോക്കുമ്പോൾ താഴെയാണ് നമുക്ക് കാണാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒരു മോഡറേറ്റ് ലെവലാണുള്ളത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 10.3 ആണ്. അത് മോഡറേറ്റ് ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 7.85 ആണ്. ലോ ആണ്. പക്ഷേ ഒരു ഇമ്പ്രൂവിങ് ട്രെൻഡ്, നമ്മൾ 5 year ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ഒരു ഇമ്പ്രൂവിങ് ട്രെൻഡ് നമുക്ക് കാണാം. കഴിഞ്ഞൊരു കുറേ കാലം ഈ ലിറ്റിഗേഷൻ, നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രൊമോട്ടർമാർ ഇതൊക്കെ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഒരു പിന്നോക്കം വലിയുന്നൊരു ഓഹരിയാണിത്. ഡിവിഡൻഡ് ഈൽഡ് ലോ ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2 തവണയായിട്ട് ഡിവിഡൻഡ് കൊടുത്തായിട്ട് കാണാം. EPS ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 20% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ലിവറേജ് നോക്കുമ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.15% ആണ്. അതൊരു ലോ ആണെന്ന് വേണം നമുക്ക് എടുക്കാൻ. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലയബിലിറ്റി ഇല്ലെന്നുള്ള അർത്ഥത്തിൽ പറയുന്നതല്ല. PB റേഷ്യോ നോക്കുമ്പോൾ, പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ 6.5 ആണ്. പ്രീമിയം വാല്യൂഷനെ കാണിക്കുന്ന ഒരു ഘടകമാണത്. ഈ ഗ്രോത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ റവന്യൂവിൽ 19.4% CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 46.3% കാണിക്കുന്നുണ്ട്. അതൊരു പ്രോഫിറ്റബിലിറ്റി ഒരു സ്ട്രോങ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനം തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഓഹരിയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ളൊരു സ്ട്രോങ് ഓപ്പറേഷണൽ പ്രോഫിറ്റിൻ്റെ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഒരു ഇമ്പ്രൂവിങ് EPS ഏണിംഗ് പെർ ഷെയർ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ചെയിനാണ്. എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഉണ്ട്. ഫോക്കസ് ഓൺ സ്പെഷ്യലൈസ്ഡ് സെഗ്മെൻറ്റിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഗ്രോത്തിനാണ് ശ്രമിക്കുന്നത്. ഒരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പം പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ള വെച്ചാൽ ഒരു സെക്ടർ വൈസും ഇതൊക്കെ നോക്കുമ്പോഴും ഒരു ലോ എന്ന് പറഞ്ഞാലും റിലേറ്റീവ്ലി ഹൈ ആണത്. അതായത് ഗ്രോത്ത് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയണം. അത് വരുന്ന ക്വാർട്ടറുകളിലെ ഗ്രോത്ത് അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുവാണെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് ഇപ്പോഴുള്ള ഒരു ഹൈ പീനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുക. പക്ഷേ ലയബിലിറ്റി നമ്മൾ നെറ്റ് അസറ്റ് കറണ്ട് വാല്യൂ പെർ ഷെയർക്ക് നോക്കുമ്പം അതിൻ്റെ ഒരു ലയബിലിറ്റി എക്സീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം കറണ്ട് അസറ്റിനെക്കാട്ടും. അപ്പോൾ അതൊരു
ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. പ്രത്യേകിച്ചും ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയൊക്കെ ഒരു വേണമെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ എന്തെങ്കിലും മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പാളിയിൽ പ്രശ്നം നേരിടാവുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ പോലൊരു ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അപ്പോൾ ആ സെക്ടറിൽ അഗ്രസീവായിട്ട് വളരാനുള്ള പ്ലാൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. റീസെൻ്റായിട്ടുള്ള ഒരു തിരിച്ചുവരവ് റിക്കവറിയൊക്കെ കാണിക്കുന്നുള്ളതുകൊണ്ട് ലോങ് ടൈം ഇച്ചിരി റിസ്ക് ആപ്പറ്റൈറ്റ് ഉള്ളവർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓഹരിയാണ്. സെക്ടർ വൈസ് ആയിട്ട് നോക്കുമ്പോൾ കമ്പനിയുടെ ഇടക്കാലത്തെ ഒരു ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി ഇതാണ് ശരിയാണ്. പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ റിസ്ക് ആപ്പറ്റൈറ്റ് ഉള്ള ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പരീക്ഷിക്കാൻ പറ്റുന്നൊരിതാണ്. വാല്യുവേഷൻ നമ്മൾ അബ്സല്യൂട്ട് ടൈംസിൽ നോക്കുമ്പോൾ ഇച്ചിരി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ക്വാർട്ടറിലുള്ള റിസൾട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിലും കറക്ഷന് ശേഷമുള്ള ഒരു റിക്കവറിങ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. ഫോർട്ടിസ് ഹെൽത്ത് കെയറിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിവിടെ ഫോർട്ടിസ് ഹെൽത്ത് കെയർ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് കുറേ നാളുകളായിട്ട് ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും സപ്പോർട്ട് എടുത്തിട്ട് സ്വിംഗ് ഹൈ ഫോം ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണെന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് 2024 ജൂലൈ 10 മുതലാണ്. അതിനുശേഷം സ്വിംഗ് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. തുടർച്ചയായിട്ടുള്ള സ്വിംഗ് ഹൈ ഫോർമേഷനാണ് നടക്കുന്നത്. ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ സെപ്റ്റംബർ 20 മുതൽ ഒരു ചെറിയ കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് സ്റ്റോക്ക് പോയി. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഈ ഒരു റേഞ്ച് ഈ ഒരു ലെവൽ ഒരു കൺസോൾട്ടേഷനായിട്ട് ആക്ട് ചെയ്തു. അവിടെ സ്റ്റോക്ക് കുറച്ച് ദിവസം ട്രേഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴേക്ക് സ്റ്റോക്ക് പോയിരുന്നു ഒക്ടോബർ 24. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോടുകൂടി വീണ്ടും ട്രെൻഡ് ലൈനിന് മുകളിലേക്ക് വന്നു. നിലവിലും ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന ലെവലിലാണ് സ്റ്റോക്ക് ഉള്ളത്. നമുക്കിവിടെ ജസ്റ്റ് സെയിം ട്രെൻഡ് ലൈൻസ് ഒന്ന് വീക്ക്ലി ടൈം ഫ്രെയിമിലും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഇതേപോലെ തന്നെ വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഓൾമോസ്റ്റ് ഒരു ഓൾ ടൈം ഹൈ ലെവലിലാണ് സ്റ്റോക്ക് ഈ കഴിഞ്ഞ ആഴ്ച എത്തിയത്. നമുക്ക് ടൈം ഫ്രെയിമിലേക്ക് തന്നെ തിരിച്ചു പോകാം. അവിടെ നമുക്ക് ഒരു ഫിബ് ലെവലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് ലെവൽസ് ഒന്ന് മാറ്റാം. നമുക്കിവിടെ ഒരു ഓൾമോസ്റ്റ് നല്ലൊരു മൂവ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു അത്യാവശ്യം ഒരു ഗ്യാപ്പ് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാം ഫിബ് ലെവല് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട്. ആ ഒരു ഈ ഒരു ഏരിയയിലൊക്കെ 0.5 ആയിരുന്നു സപ്പോർട്ട് കൊടുത്തിരുന്നത്. അതിന് ശേഷം 0.382 ലെവലിലാണ് നിലവിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഫിബ് ലെവലിൽ നിന്ന് തന്നെയാണ് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ദിവസം എന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് EMA ലെവൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നിലവിൽ EMA 20 ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം. വളരെ മനോഹരമായിട്ട് EMA ലെവലിൽ നിന്നും സപ്പോർട്ട് എടുത്ത് പോകുന്ന ഒരു സ്റ്റോക്കാണിത്. EMA 20, 50, 100, 200 ഇത് തമ്മിൽ നല്ല വിഡ്ത്തുണ്ട്. അതും ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വോളിയം നോക്കുകയാണെങ്കിൽ ശരാശരിയിലധികം വോളിയത്തോടെയാണ് പല ദിവസങ്ങളിലും ഈ ഓഹരി ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കാം. ഇന്ത്യൻ ഹോട്ടൽസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്നീ 2 ഓഹരികളുടെ വിശകലനമാണ് നടത്തിയത്. പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം. പുതിയ 2 സ്റ്റോക്കുകളുമായി അടുത്ത വാച്ച് ലിസ്റ്റിൻ്റെ എപ്പിസോഡിൽ വീണ്ടും കാണാം.